മോനെ നമ്മളിന്ന് വടകരയ്ക്ക് പോവുകയാണേ. വടകര പോയിട്ട് ചെറിയ പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു സിനിമ കാണാനുണ്ട്. ആ സിനിമ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കുറച്ച് അങ്ങോട്ടെത്തട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത് വടകരക്കാണേ പോകുന്നത്. ഏകദേശം നമ്മളിപ്പോൾ കരിമ്പനപ്പാലത്താറി. അധികം പെരുന്നാൾ ദിവസമാണ്, പക്ഷേ ഇന്ന് കാര്യമായ ട്രാഫിക് കാണുന്നില്ല. ഈ കരിമ്പനപ്പാലം ഈ ഏരിയയിൽ നല്ല ട്രാഫിക്കാണ്. ദിവസം പോകുമ്പോൾ നമുക്കറിയാം, ദിവസം ഡ്യൂട്ടിക്കെല്ലാം പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാലക്സിയിൽ നിന്നാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഗാലക്സീൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഞാനും ദ്രോണയും അച്ഛനും കൂടിയാണ് ഉള്ളത്. അപ്പം ദ്രോണയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് മെല്ലെ പൈസയും കൊടുത്ത് ഏകദേശം പർച്ചേസിങ് കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് മെല്ലെ പൈസയും കൊടുത്തിട്ട് നേരെ അശോകിലേക്ക് പോകണം. അശോക് തിയേറ്ററിലാണ് ആ സിനിമ കളിക്കുന്നത്. ആ സിനിമ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അശോകിൻ്റെ പാർക്കിംഗ് ഉണ്ട് താഴെ. ആ പാർക്കിങ്ങിൽ വണ്ടിയും വെച്ചിട്ട് നേരെ അശോകിൻ്റെ ബേക്ക് കൂടി നേരെ ഫ്രണ്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. ഞാനുണ്ട്, ദ്രോണയുണ്ട്, അതുപോലെ തന്നെ അച്ചുണ്ട്. അങ്ങനെ ദ്രോണ നേരെ ക്യാൻറ്റീനിലേക്ക് കയറുന്നത്. എന്തോ വേണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം തൽക്കാലത്തേക്കൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല. സിനിമ ഒരു ഇൻ്റർവെല്ലായിട്ട് വാങ്ങിത്തരാവുന്ന രീതിയിലെല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് അശോകിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഏതാണെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അശോകിൻ്റെ നേരെ മുന്നിലാണ് ഉള്ളത്. നമ്മൾ കാണാൻ പോകുന്നത് നരിവേട്ട കേട്ടോ. നരിവേട്ട കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് എന്നുള്ള കേട്ടോ. പെട്ടെന്ന് വന്നതാണ്, നമ്മൾ അറിയില്ല ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നോക്കി നോക്കാം. അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിലെത്തി. തിയേറ്ററിൻ്റെ ഉള്ളിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ അടുത്തടുത്ത് ഇപ്പോൾ ഒരുപാട് പടം ഇവിടെ കണ്ട് പടം തുടങ്ങി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ കേട്ടോ. അത് കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ് കേട്ടോ. നടന്ന സംഭവമാണ്, നമുക്കറിയാം. നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതെ, സൂപ്പർ സിനിമയാണ് കേട്ടോ. നമുക്കൊന്ന് ഫുഡ് കഴിക്കാനിടയും കയറാം അല്ലേ. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. പല ഹോട്ടലുകളും തുറന്നില്ല. പലയിടത്തും പോയി ഞങ്ങൾ മടങ്ങി കുറേ ഓടി. പക്ഷേ നമുക്കൊരൊറ്റൊരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അന്ന് MRA ഹോട്ടൽ വടകരയുള്ള ഈ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഏകദേശം ഒരു 500,000 പേരിൻ്റെ അടുത്ത് ഇങ്ങനെ പുറത്തുള്ളിലായിട്ട് കാത്തുകണ്ട്. അവസാനം നമുക്കൊരു സീറ്റ് കിട്ടി. അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് പൊറാട്ടയും അതുപോലെ തന്നെ അൽഫാം അവിടെ നിന്ന് കഴിച്ച് നല്ല ഫ്രഷ് ആയിരുന്നു. അതെ, വീട്ടിലേക്ക് നേരെ വീട്ടിലേക്ക് പോവാം.